ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടോട്ടാ. അതെടുത്തിട്ട് ഒരു കുറച്ച് എമൗണ്ടിൽ എടുക്കാട്ടോ. എടുത്തതിന് ശേഷം നമ്മുടെ കൺസീലർ ചോദന വേറെ ഫൗണ്ടേഷൻ ഉപയോഗിച്ച് നമുക്കിതൊന്ന് മിക്സ് ആക്കി കൊടുക്കാട്ടോ. മിക്സ് ആക്കിയിട്ട് നമ്മുടെ ഫൗണ്ടേഷൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കയ്യിലേക്ക് ഒന്ന് ബ്ലെൻഡ് ആക്കി ഒന്ന് കാണിച്ചു തരാട്ടോ. നമുക്ക് നന്നായിട്ട് തന്നെ സ്കിന്നിൽ നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ആവുന്നുണ്ട് കേട്ടോ. എനിക്ക് ഈസി ആയിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട്. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഹായ് എവ്രിവൺ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ ഇന്ന് ഫെയർ ആൻഡ് ലവ്ലി വെച്ചിട്ട് ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഒരു DIY ഫൗണ്ടേഷൻ ആണ്. വേണമെങ്കിൽ ഒരു എക്സ്പെരിമെന്റ് എന്നൊക്കെ പറയാട്ടോ. പക്ഷെ ഞാൻ ഇപ്പൊ ഇട്ടിരിക്കുന്ന ആ ഒരു ഫൗണ്ടേഷൻ ആണ് കേട്ടോ. ഞാൻ അത് ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. സംഭവം അടിപൊളിയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചാണ്. അപ്പൊ ഇപ്പൊ എന്റെ ലുക്ക് ഒരു എന്താ പുട്ടിയടിച്ച പോലെയാണോ അതല്ലെങ്കിൽ ഒരു നാച്ചുറൽ ലുക്ക് ഒക്കെ ആണോ എന്ന് നിങ്ങൾ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് ഇനി അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഒന്ന് കണ്ടിട്ട് വന്നാലോ. സോ ലെറ്റ്സ് ഗെറ്റ് ടു വീഡിയോ. അപ്പൊ ആദ്യം നമുക്ക് ഫൗണ്ടേഷൻ മിക്സ് ചെയ്യാനായിട്ട് ഇതേപോലത്തെ ഒരു ക്യാപ്പ് വേണം കേട്ടോ. ഞാനിപ്പോ ഇതൊരു ബോട്ടിലിന്റെ ഒരു ക്യാപ്പാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഫൗണ്ടേഷൻ മിക്സിങ്ങിന്റെ ഒരു പ്ലേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പൊ നന്നായിട്ട് തന്നെ നമുക്ക് മിക്സ് ആക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇതിൽ മിക്സ് ചെയ്യാൻ കുറച്ച് പാടാണ്. അപ്പൊ കുറച്ച് എമൗണ്ടിൽ എടുക്കാം കേട്ടോ. ഞാനിപ്പോ എനിക്ക് ഓക്കെ ആയതുകൊണ്ടാണ് ഞാൻ അത്രയും കൂടുതൽ എടുത്തത്. നിങ്ങൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ കുറച്ച് എമൗണ്ടിൽ എടുത്തിട്ട് വേണം മിക്സ് ചെയ്ത് നോക്കാനായിട്ട് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ മിക്സിങ്ങിൽ നമുക്ക് കറക്റ്റ് ഷെയ്ഡ് കിട്ടണമെന്നില്ല കേട്ടോ. ഇത് നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ കൺസീലർ പാലറ്റ് ഇല്ലെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ സ്യൂട്ട് അല്ലാത്ത ഷെയ്ഡ്സ് ഉണ്ടാവും, ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ഷെയ്ഡ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഷെയ്ഡ് ഒന്ന് മിക്സ് ആക്കി കൊടുത്താലും മതി കേട്ടോ. അപ്പൊ ഞാൻ എന്താ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡും കുറച്ചൊരു ലൈറ്റ് ഷെയ്ഡും കൂടി മിക്സ് ആക്കിയാണ് ഞാൻ കൊടുത്തത്. കണ്ടോ? അപ്പൊ ഇതാ കറക്റ്റ് ആ ഒരു ഷെയ്ഡായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനൊന്ന് കയ്യിലൊന്ന് ബ്ലെൻഡ് ആക്കി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇത് ശരിക്കും നമ്മളെ സ്കിന്ന് നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ആവുന്നുണ്ട്. ഭയങ്കരമായിട്ട് ഈസി ആയിട്ട് ബ്ലെൻഡും ആവുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് ഒരു പുട്ടി പോലെ ഇട്ടൊന്നും തോന്നൂല കേട്ടോ. ശരിക്കും ഫൗണ്ടേഷൻ ഇട്ടെന്നേ തോന്നൂല കേട്ടോ. ഒരു നാച്ചുറൽ ലുക്ക്. പിന്നെ ഫേസിലിട്ട് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഒരു പുട്ടിയിട്ട പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. മേ ബി എനിക്ക് തോന്നുന്നു ആ ഒരു ലൈറ്റിന്റെ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഡയറക്റ്റ് കാണുമ്പോട്ടും ഫൗണ്ടേഷൻ ഇട്ട പോലെ എനിക്ക് തോന്നിയില്ല കേട്ടോ. അപ്പോൾ അതാ നമ്മളെ ഫൗണ്ടേഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇത് ട്രൈ ചെയ്യണമെങ്കിൽ എന്തായാലും ഒരു സ്കിൻ ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. കാരണം ഇതൊരു ക്രീം ആണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ സ്കിൻ ടെസ്റ്റ് ചെയ്യണം കേട്ടോ. സംഭവം അടിപൊളിയാണ് കേട്ടോ. പക്ഷെ നിങ്ങൾ ഡയറക്റ്റ് കൊണ്ട് വേഗം ഫേസിലോട്ട് അപ്ലൈ ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് ഒരു പാച്ച് ടെസ്റ്റ് ഒക്കെ ചെയ്ത് സെറ്റ് ആക്കിയിട്ട് മാത്രം ഫേസിലോട്ട് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. അതല്ലെങ്കിൽ ആ ചേച്ചി അത് തേക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഫേസിൽ മൊത്തം തേച്ച് ആകെ പാണ്ട് പിടിച്ച് അവസാനം എന്റെ അടുത്ത് വരരുതോട്ടെ. എനിക്ക് അത്ര പറയാനുള്ളൂ. ഇത് എക്സ്പെരിമെന്റ് ആയതുകൊണ്ട് ഞാൻ എല്ലാവരും പറയുന്നതിന് ചെയ്യണവര് ചെയ്യുമ്പോൾ അതനുസരിച്ച് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം. അത് നമ്മളിപ്പോ നമ്മൾ ഏത് പുതിയ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഇപ്പൊ ഫെയർ ആൻഡ് ലവ്ലി ഞാൻ യൂസ് ചെയ്യണ ഫസ്റ്റ് ടൈം ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഒന്ന് സ്കിന്നിൽ ഇവിടേക്ക് ഒന്ന് തൊട്ട് നോക്കിയിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ബ്ലെൻഡ് ആവാനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത ഉടനെ തന്നെ ബ്ലെൻഡ് ആക്കണം കേട്ടോ. അപ്പൊ അതല്ലെങ്കിൽ അവിടെ ഇരുന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നുണ്ട്. അപ്പൊ സോ അതുകൊണ്ട് തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത ഉടനെ തന്നെ ബ്ലെൻഡ് ആക്കി കൊടുത്തേക്കണം കേട്ടോ. അത് എനിക്ക് തോന്നുന്നു ബ്ലെൻഡർ വെച്ച് തന്നെ നന്നായിട്ട് ബ്ലെൻഡ് ആക്കി കൊടുക്കട്ടെ. കൈ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ബ്ലെൻഡ് ആവില്ല. ബ്ലെൻഡർ വെച്ച് തന്നെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട് കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു BB ക്രീം ഇടണ പോലെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഓവർ ആയിട്ടുള്ള ഫൗണ്ടേഷൻ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തവർക്കാണെങ്കിൽ ഈ ഒരു ഹാക്ക് അല്ലെങ്കിൽ ഈ ഒരു സംഭവം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എന്നെ ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കണം കേട്ടോ. പിന്നെ എന്റെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ അതും കൂടെ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. സോ ഈ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വേഗം കാണാം. അതുവരേക്കും ബൈ.